നിങ്ങളിപ്പോൾ കാണുന്ന ഈ കാഴ്ചയില്ലേ, ഈ ഭംഗിയുള്ള ചെറിയ വെള്ളച്ചാട്ടം, വെള്ളം, ഈ കാട്, പച്ചപ്പ്, ഇത് വേറെ എവിടെയല്ല, നമ്മളെ കേരളത്തിൽ തന്നെയാണ്. നമ്മളുടെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു അമ്പലത്തിലെ കാവാണിത്. അതായത് നാഗദേവതകൾ താമസിക്കുന്ന കാവ്. ഇപ്പോൾ നിങ്ങൾക്കും ഒരു ആകാംക്ഷയില്ലേ ഈ കാവിനെക്കുറിച്ചും ഈ അമ്പലത്തിനെക്കുറിച്ചൊക്കെ അറിയാൻ? വരൂ, ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ എൻ്റെ യാത്ര കൊല്ലം പരവൂരുള്ള കൂനയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ്. ഗൂഗിൾ മാപ്പ് എടുത്ത് ലൊക്കേഷൻ ഇടുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ കൊല്ലം ജില്ലയിൽ 5 ആയിരവല്ലി ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ ഇടുന്ന സമയത്ത് ആയിരവല്ലി ടെമ്പിൾ പരവൂർ കൂനയിൽ നിന്ന് തന്നെ കൊടുക്കണം. എനിക്ക് എന്തായാലും ഏകദേശം 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു അമ്പലം വരെ പോകാനായിട്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ്റെ ലിങ്ക് കൊടുക്കാം. ഈ ബീച്ച് ഏതാണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് താന്നി ബീച്ച്, കൊല്ലംകാരുടെ സ്വകാര്യ അഹങ്കാരമായ താന്നി ബീച്ച്. അങ്ങനെ 1 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ നമ്മൾ എത്തി ആയിരവല്ലി ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഒരു അത്ഭുതമുണ്ട്. അത് പറയാനായിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ എന്ന് പറയുമ്പോൾ മഹാദേവൻ, ഗണപതി, ശാസ്താവ്, യക്ഷിയമ്മ, പുറ്റിങ്ങലമ്മ, പിന്നെ പാർവതി ദേവി. ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള കാവിൽ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയമ്മയുടെയും പിന്നെ അതിലേറെ ശക്തിയുള്ള മാടസ്വാമികളുടെയും പ്രതിഷ്ഠകൾ കാണാൻ കഴിയും. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മറ്റൊരു പ്രതിഷ്ഠയാണ് മുരുകൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഈ അമ്പലത്തിൽ ഒരു അത്ഭുതമുണ്ടെന്ന്? അതാണ് ഈ വൃക്ഷം, അത്ഭുതകരമായ ഈ വൃക്ഷം. ഈ വൃക്ഷത്തിൻ്റെ മലയാളത്തിലെ പേരാണ് കാവിലിപ്പ. ഇതിനെ അത്ഭുതകരമാക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഈ മരം ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ. അത് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ്. അതായത് 1800കളുടെ അവസാന ശേഷമൊന്നും ഈ സ്പീഷീസ് കാണാത്തതിനാൽ ഇത് നഷ്ടപ്പെട്ട സ്പീഷീസ് ആണെന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഭൂമിയിൽ ഒരിടത്തും കാണാത്ത ഈ വൃക്ഷം പരവൂർ ആയിരവല്ലി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാവിൽ പുനർകണ്ടെത്തപ്പെട്ടു. റോബർട്ട് വൈറ്റ് എന്നു പേരുള്ള ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു ഈ മരം കണ്ടെത്തിയത്. ആ ഗവേഷകൻ തന്നെയായിരുന്നു പറഞ്ഞത് ഇതിന് 300 വർഷം പഴക്കമുണ്ടെന്ന്. 20 മീറ്റർ മാത്രം നീളം വയ്ക്കുന്ന ഈ ഇലിപ്പ മരത്തിന് കുറേയധികം ഔഷധ ഗുണങ്ങളുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം കവരുന്ന ആ ഒരു കാഴ്ച, ആ ഒരു അന്തരീക്ഷം. ഇവിടെ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ 3-4 ഏക്കർ പരന്നു കിടക്കുന്ന ഈ ആയിരവല്ലി കാവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കാവിലാണ് നാഗരാജാവും നാഗയക്ഷിയമ്മയും പിന്നെ അതിലേറെ ശക്തിയുള്ള മാടസ്വാമികളും കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ആയിരവല്ലി ശ്രീ മഹാദേവ ക്ഷേത്രമെന്നാണ്. അതായത് 1000 വില്ലുമായി ആകാശമുട്ട നിൽക്കുന്ന മഹാദേവൻ. അങ്ങനെയൊരു വിശ്വാസം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. ഈ കാവിലെ മറ്റൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ കാവിലുള്ള പകുതി മുക്കാൽ മരങ്ങളും ഇനിയും തിരിച്ചറിയപ്പെട്ടിട്ടില്ല. ആകെ 33 മരത്തിൻ്റെ പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു അത്ഭുതമാണല്ലേ ഈ കാവ്. ഈ നാട്ടുകാരുടെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ക്ഷേത്രത്തിൽ ഈ മരത്തിനപ്പുറത്തോട്ട് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇതിൻ്റെ പിറകിലുള്ള ഐതിഹ്യം അറിയണമെങ്കിൽ
നിങ്ങൾ നേരിട്ട് അമ്പലത്തിൽ തന്നെ വരണം. മറ്റൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഈ മരത്തിന് ഈ പേര് കിട്ടുന്നതിന് മുന്നേ തന്നെ ദേവപ്രശ്നം വെച്ച സമയത്ത് ഈ മരത്തിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു സാന്നിധ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ കുംഭമാസത്തിലെ മകീരം നാളിന് പ്രതിഷ്ഠാദിനവും കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ തിരുനാളും. പ്രതിഷ്ഠാദിനത്തിൽ തിരുവാഭരണ ഘോഷയാത്രയും പിന്നെ തിരുനാളിൽ നെടുംകുതിരയെടുപ്പുമാണ് മെയിനായിട്ട് നടക്കാറ്. സമൂഹ പൊങ്കൽ, ശ്രീഭൂതബലി, വിളക്ക്, പിന്നെ യക്ഷിയമ്മയ്ക്ക് പുഷ്പാഞ്ജലി, ഈ ചടങ്ങുകൾ കൂടെ തിരുനാളിൽ നടക്കാറുണ്ട്. പിന്നെ ഈ മണ്ഡലമാസത്തിൽ ഭാഗവത പാരായണവും ചുറ്റുവിളക്കും പിന്നെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്തൊരു ചടങ്ങുണ്ട്, കമ്പടി കളി എന്ന് പറയും. എല്ലാ വൈകുന്നേരം നടക്കുന്നതാണിത്. എനിക്ക് ഒരൊറ്റ കാര്യമേ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരണം.